സോണാർ സിഗ്നലിൽ ട്രക്കിന്റെ ദൃശ്യം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രിയും തിരച്ചിൽ നടത്താനാണ് തീരുമാനം. നാവിക ഡീപ് ഡൈവർമാരും ഉടൻ പരിശോധനയ്ക്കെത്തും. അതിപ്രധാനമായ വിവരങ്ങളാണ് ഈ സമയം അങ്കോലയിൽ നിന്ന് ലഭിക്കുന്നത്. നീണ്ട 9 ദിനങ്ങൾക്കൊടുക്കം ഇപ്പോൾ അതിനിർണായകമായൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അതൊരു ട്രക്കിൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പുഴയിൽ മലയിടിഞ്ഞ് പുഴയിലേക്ക് മണ്ണ് ഇടിഞ്ഞു കൂടിക്കിടക്കുന്ന മൺകൂനിയായി കിടക്കുന്ന ഭാഗത്ത് നദിക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈര ഗൗഡ തന്നെയാണ്. ഇനി ആ ട്രക്ക് കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചു വെച്ചാൽ 60 അടി താഴ്ചയിൽ വരെയുള്ള മണ്ണ് നീക്കാൻ കഴിയുന്ന മണ്ണുമാന്തി സംവിധാനമായി ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഈ സമയം നടക്കുന്നു. നദിക്കടിയിൽ ലോറിയുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് അർജുൻ്റെ തന്നെ ആവണം, അതിനകത്ത് അർജുൻ ജീവനോടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ മുഴുവൻ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ സഫലമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പിനൊടുക്കം ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. സുനിൽ ഐസക് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സുനിൽ, എത്ര കണ്ട് പ്രതീക്ഷാവഹമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഇന്ന് തന്നെ ആ മണ്ണ് മുഴുവൻ ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്തെ മണ്ണ് ഇന്നത്തോടുകൂടി തന്നെ പൂർണ്ണമായും നീക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ ദൗത്യസംഘത്തിനുണ്ടോ സുനിൽ? ഇല്ല, സുനിൽ ഐസക്കില്ല. ഷഫീഖ് നസറുള്ള. ഷഫീഖ്, കേൾക്കാമോ? ഷഫീഖെ, ഇതിപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിട്ടിപ്പോൾ ഏകദേശം 1 മണിക്കൂറാകുന്നു. കൃഷ്ണ ബൈര ഗൗഡ പുറത്തുവിട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ കൂടിയാണ്. നേവിക്ക് അതൊരു പക്ഷേ നേരത്തെ തന്നെ ലഭിച്ചിരുന്നിരിക്കണം. അതിൻ്റെ ഒരു വ്യക്തതയും സ്ഥിരീകരണവും വരാനുള്ള താമസം എടുത്തു കാണും. അങ്ങനെയെങ്കിൽ ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തെ മണ്ണ് എത്ര കണ്ട് സമയം നീക്കിയിട്ടുണ്ട്? അത് പൂർണ്ണമായും നീക്കാൻ എത്ര സമയം വേണ്ടിവരും? നമുക്കൊരു പ്രതീക്ഷാവഹമായ ഒരു ദൃശ്യം കിട്ടാൻ എത്ര സമയം കൂടി കാത്തിരിക്കണം? ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ JCB-യും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേശീയ പാതയിൽ നിന്ന് ബൂം ലെങ്ത് മണ്ണ് വാരിയെടുത്ത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പക്ഷെ ഈ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രത്തെ താഴ്വരയിലേക്ക് കുറച്ചുകൂടി താഴ്ത്താൻ വേണ്ടി അവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അതിനെ സ്റ്റെപ്പായി താഴ്ത്താൻ വേണ്ടിയുള്ള മണ്ണൊരുക്കവും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭാഗത്തേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പുഴയിലേക്ക് കുറച്ചുകൂടി ഈ ബൂം ലെങ്ത് പോവുകയും അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനും കഴിയും. അങ്ങനെയുള്ള പ്രവൃത്തിയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഈ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം എത്തിയത് മുതൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുന്നത്. ആ പ്രദേശത്തുള്ള മണ്ണ് നീക്കം തന്നെയാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ ഉള്ള ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചുകൂടി താഴ്ത്താൻ, ഈ മണ്ണുമാന്തി യന്ത്രത്തെ കുറച്ചുകൂടി താഴ്ത്താൻ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ, അതിന് നിൽക്കാൻ ആവശ്യമായ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മണ്ണെടുക്കലും ആ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അകത്തോട്ട് പുഴയുടെ ഭാഗത്തോട് ചേർന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കും. നേരത്തെയൊക്കെ റഡാർ സിഗ്നലും സോണാർ സിഗ്നലും ലഭിച്ചിരുന്നു. ആ സിഗ്നൽ വലിയ ഒരു ലോഹ വസ്തുവിൻ്റെതാവാം എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ രൂപത്തിൽ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി വളരെ ദുഷ്കരമാണ്. ഇന്ന് ഉച്ചയോടുകൂടി 11 മണിയോടുകൂടിയാണ് ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഈ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ആരംഭിക്കുന്നത്. ഇനിയും കുറച്ചുകൂടി ഈ പുഴയുടെ ഭാഗത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തേണ്ടതുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനെ കുറച്ചുകൂടി താഴ്ഭാഗങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോം, ഒരു റോഡ് പോലെ അവിടെ മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ ആ ശ്രമവും പുരോഗമിക്കുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഈ ലോറി കണ്ടെത്തിയ മൺകൂന കരയിൽ നിന്നും കുറേയേറെ അകലത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഷഫീഖ് പറഞ്ഞത് മനസ്സിലാക്കുന്നു. കാരണം ഈ ബൂം എക്സ്കവേറ്റർ നിൽക്കാൻ ആവശ്യമായ പ്ലാറ്റ്ഫോം ആദ്യം ഉണ്ടാക്കിയെടുക്കണം, കുറെ കൂടി
പുഴയുടെ അടുത്തേക്ക്, പുഴയുടെ ഓരത്തേക്ക് അതിന് ചെല്ലേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ വലിയൊരു ലോഹവസ്തു കണ്ടെത്തിയെന്ന് പറയുന്ന ഭാഗം ഈ കരയിൽ നിന്നും കുറേയേറെ പുറത്തേക്കായിട്ടാണോ ഉള്ളത്? അപ്പോൾ ഇനിയും ഈ പ്ലാറ്റ്ഫോം ഒരുക്കി മണ്ണ് മാറ്റി പ്ലാറ്റ്ഫോം ഒരുക്കാനൊക്കെ കുറെ സമയം എടുക്കുമോ? സൈഫുദ്ദീൻ, ഇവിടെ ഈ അപകടം നടന്നതിന് ശേഷം ദേശീയപാതയും പുഴയും തമ്മിൽ വലിയ ഒരു ചെറിയ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഈ അപകടം നടന്നതിന് ശേഷം ദേശീയപാതയും പുഴയും തമ്മിൽ ഇടയിലുണ്ടായിരുന്ന സ്ഥലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ചളിയും വെള്ളവും മണ്ണും ഒക്കെ ആണ് ഉള്ളത്. അപ്പോൾ ദേശീയപാതയും പുഴയും മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷേ ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ വെള്ളം ആ ഭാഗത്തുണ്ട്. നേരത്തെ കരഭാഗത്ത് ഇപ്പോൾ വെള്ളമുണ്ട്. ആ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പുഴയുടെ മധ്യഭാഗത്ത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ദേശീയപാതയിൽ നിന്ന് വെള്ളം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം ദേശീയപാതയോളം ഇപ്പോൾ കാണാവുന്നത് കൊണ്ട് ആ ഭാഗത്ത് നേരത്തെ കരപ്രദേശമായിരുന്ന സ്ഥലത്ത് കൂടി മണ്ണ് നീക്കം ചെയ്യേണ്ട ഒരു പ്രവൃത്തി നടക്കണം. ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് മാന്തി യന്ത്രത്തിന് ദേശീയപാതയിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അതിനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഒരുക്കുന്നുണ്ട്. ഈ മണ്ണ് മാന്തി യന്ത്രത്തെ നിർത്താനുള്ള സംവിധാനം ഒരുക്കുന്നതോടൊപ്പം തന്നെ മണ്ണ് നീക്കവും നടക്കുന്നു. വളരെ സജീവമായി ഈ പ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഒരു 24 മണിക്കൂർ രക്ഷാപ്രവർത്തനം, തിരച്ചിൽ പ്രവർത്തനം ഇന്നുണ്ട് എന്ന് സ്ഥലം MLA നമ്മളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യ ദിവസങ്ങളിൽ 8 മണിയോടുകൂടി അവസാനിപ്പിച്ചിരുന്ന തെരച്ചിൽ കഴിഞ്ഞ ദിവസം 6 മണിയോടുകൂടി തന്നെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇന്ന് എന്ത് തന്നെയായാലും ഏത് സ്വഭാവത്തിലുള്ള കാലാവസ്ഥയാണെങ്കിലും തിരച്ചിൽ അവസാനിപ്പിക്കില്ല. 24 മണിക്കൂറും സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഉണ്ടാവും എന്ന നിർദ്ദേശമാണ് ഇവിടെ സൈന്യം തന്നെ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായും ആ ഭാഗങ്ങളിൽ ലോഹവസ്തു നമുക്കിപ്പോൾ അത് കൃത്യമായി ട്രക്കാണ് എന്ന് പറയാൻ കഴിയില്ല. ട്രക്കാവാൻ സാധ്യതയുള്ള ഒരു ലോഹവസ്തുവിനെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു സാധ്യതയുണ്ട്. ആ ഭാഗത്തുള്ള തിരച്ചിൽ കൃത്യമായി നടക്കുന്നു. അതിനുവേണ്ടി ഇന്ന് നിർത്തിവെക്കില്ല, ഇന്ന് രാത്രി തെരച്ചിൽ നിർത്തിവെക്കില്ല. അവിടെ ഉള്ള ആളെ രക്ഷപ്പെടുത്തുക, അവിടെ ട്രക്ക് കണ്ടെത്തുക എന്ന പ്രവൃത്തി. ശരി, കണ്ടെത്തിയത് ട്രക്ക് തന്നെയാണ് എന്നിപ്പോ ജില്ലാ പോലീസ് മേധാവി കൂടിയും സ്ഥിരീകരിച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഷഫീഖ് കൂടുതൽ വിവരങ്ങൾ എടുക്കുക. സുനിൽ ഐസക്കിലേക്ക് കൂടി പോകുന്നു. സുനിൽ, നേരത്തെ ഷഫീഖിനോടും ചോദിച്ചതായിരുന്നു, ഈ റോഡിൽ നിന്നും ഇപ്പോൾ ഈ വലിയ ലോഹവസ്തു വെച്ചാൽ ട്രക്ക് എന്ന് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയും കൂടി സ്ഥിരീകരിക്കുന്ന സംഗതി കണ്ടുകിട്ടിയ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കുറേയേറെ ദൂരമുണ്ടോ? അതിന് ഏകദേശം അടുത്ത് വരെ ഈ ബൂം എക്സ്കവേറ്ററിന് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ആ മണ്ണ് എത്ര സമയം വേണ്ടി വരും ആ ട്രക്കിന് മുകളിലെ മണ്ണ് ഇപ്പോൾ പൂർണ്ണമായും നീക്കാൻ? അതൊരു വലിയ പ്രയാസം പിടിച്ച ദൗത്യമാണെന്ന് അറിയാം. പ്രദേശത്ത് ഇപ്പോൾ കനത്ത മഴയും കാറ്റുമാണ്. അതിശക്തമായി കാറ്റ് വീശുന്നു. അത് മാത്രമല്ല ആ പുഴയിൽ ഈ അതിശക്തമായ ഒഴുക്കുമുണ്ട്. ഒരുപക്ഷെ ഈ തിരമാലകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അത്ര വലിയ തോതിൽ ആ പുഴയിലെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു താഴുന്ന സാഹചര്യമുണ്ട്. അത്രമേൽ മോശം കാലാവസ്ഥയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേവിയുടെയോ കരസേനയുടെയോ ആളുകൾക്ക് ഈ പരിസരത്തേക്ക് എത്താൻ കഴിയുന്നില്ല. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ എത്തി മുങ്ങി പരിശോധിക്കുമെന്നായിരുന്നു ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ അറിയിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഇവിടേക്ക് വരാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഡങ്കി ബോട്ടുകൾക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രമേൽ വലിയ ഒഴുക്കാണ് ഈ പ്രദേശത്തുള്ളത്. സ്വാഭാവികമായും അവർ കരയിലേക്ക് തന്നെ തിരികെ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബൂം എക്സലേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണുമാറ്റൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും അവിടുത്തെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ എക്സലേറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. അത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. അതായത് കുറെ പുഴയുടെ അടിഭാഗത്തേക്ക് കൂടി ഇറക്കി അതിന്റെ കൈകൾ ഇറക്കി മണ്ണ് മാറ്റാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ ആ പരിശോധന നടക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഏറ്റവും സാധ്യമായ ആദ്യത്തെ സിഗ്നൽ, ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ സിഗ്നൽ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ട് സാധ്യതാ സിഗ്നലുകളാണ് ഇപ്പോൾ നേവി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ മണ്ണ് മാന്തുന്ന ആ സ്ഥലത്താണ്. അതായത് റോഡിനോടും പുഴയോടും ചേർന്ന്, അതായത് പുഴയുടെ കരയിൽ തന്നെ
അത് റോഡിന്റെ ഭാഗത്തോട് ചേർന്ന് അടിഞ്ഞു കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് ഇത്തരത്തിൽ ട്രക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഒരു നിഗമനമുള്ളത്. അതായത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം, അതായത് അവിടെ ഒരു വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അത് മണ്ണ് വന്നടിഞ്ഞ ആ ഒരു വലിയ കൂന, ആ മൺകൂനയ്ക്കും അതുപോലെ തന്നെ റോഡിനോടും ഇടയിൽ കാണുന്ന ആ സ്ഥലത്ത് റോഡിന്റെ അരികു ചേർന്ന് ട്രക്ക് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ സിഗ്നലുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സിഗ്നൽ ഒരല്പം കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് ആ നടുഭാഗത്തുള്ള മൺകൂനയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് രണ്ടാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായ സിഗ്നൽ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് ഈ മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗമാണ്. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ണ് മാറ്റി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ എക്സലേറ്ററിനെ കുറെ കൂടി താഴേക്ക് ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആ പ്രദേശത്ത് അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു JCB ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം. പക്ഷേ അവിടെ കനത്ത മഴയിൽ വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ കരയിൽ നിർത്തിക്കൊണ്ട് ബൂം എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ മണ്ണ് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം കേന്ദ്രീകരിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും അവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി, ഏതാണ്ട് ഒരു മണിക്കൂർ നേരമായി കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അങ്ങനെ അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ രാത്രിയിൽ തെരച്ചിൽ നടക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ രാത്രിയിലും തെരച്ചിൽ തുടരുമെന്നാണ് നാവികസേന അടക്കമുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. സ്ഥലം MLA അടക്കമുള്ള ആളുകളും രാത്രിയിൽ തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇത്രയും കാലം പല സമയങ്ങളിലായി പല സിഗ്നലുകളും ആദ്യഘട്ടം മുതൽ ലഭിച്ചിരുന്നു. അതായത് ഈ ലോക സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പല സിഗ്നലുകളും ലഭിച്ചിരുന്നു. പക്ഷേ അന്നൊക്കെ നിരാശയായിരുന്നു ഫലമെങ്കിൽ ഇന്ന് പക്ഷേ ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കാരണം ഒരു ട്രക്കിനോട് സമാനമായ ഒരു ലോകമാണ് ഇപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു ട്രക്ക് തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അക്കാര്യം ഔദ്യോഗികമായി അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ കളക്ടർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ പോലീസ് സംഘവും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒക്കെ ആ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥയെ വലിയ പ്രതികൂല കാലാവസ്ഥയാണ്. എങ്കിൽ കൂടിയും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു. ഒരുപക്ഷെ ഏറ്റവും അടുത്ത മണിക്കൂറിൽ ശുഭകരമായ ഒരു വാർത്തയിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.